പാലക്കാട് പട്ടാമ്പി കൊപ്പത്ത് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. കൊപ്പം തത്തനംപുള്ളിയിൽ ആണ് സംഭവം. മുള്ളത്ത് വീട്ടിൽ രവിയാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു പാടത്ത് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. എം വിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഈ പന്നിക്കണിയിൽ പെട്ടു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ഇലക്ട്രിക് ഷോക്ക് നൽകുന്ന തരത്തിലുള്ള കെണികൾ അത് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? അഭിലാഷ്, ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് ഈ പ്രഭാപുരം പട്ടാമ്പിക്കൊപ്പം പഞ്ചായത്തിലെ പ്രഭാപുരം മുള്ളത്ത് വീട്ടിൽ രവിന് 30 വയസ്സായ രവിക്കുള്ള രവിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പാടത്തിനോട് ചേർന്നുള്ള ഒരു പള്ളിയിലാണ്. ഇവിടെ കപ്പകൃഷിയൊക്കെ ചെയ്തു വരുന്നുണ്ട് ഈ സ്ഥലത്ത്. അപ്പോൾ തന്നെ കപ്പകൃഷിയുള്ളപ്പോൾ തന്നെ പന്നിയുടെ രൂക്ഷമായ ആക്രമണം ഉണ്ടാവുകയാണ്. കാർഷിക മേഖലയാണ് ഇവിടെ. രൂക്ഷമായ പന്നിശല്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പന്നിയെ കുടുക്കാൻ വേണ്ടി ഇലക്ട്രിക് ലൈനിൽ നിന്നും കമ്പി പറമ്പിൽ കൂടി ഇട്ടിരിക്കുകയായിരുന്നു. ഇതിൽ നിന്നും ഷോക്കേറ്റാണ് രവി മരിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ട സാഹചര്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക്. എങ്കിൽ കൂടി പ്രാഥമിക നിഗമനം ഇങ്ങനെയാണ്. രവിയുടെ ബൈക്ക് ഇന്നലെ കേടുവന്ന സാഹചര്യത്തിൽ ഇയാൾ പാടത്തു കൂടെ വീട്ടിലേക്ക് വരികയായിരുന്നു എന്നാണ് വിവരം. ആ സമയത്താണ് ഈ അപകടം ഉണ്ടായതെന്ന് കരുതുന്നു. ഇന്ന് രാവിലെ സമീപത്തെ ആൾക്കാർ ഈ പാടത്തു കൂടെ നടന്നു പോകുമ്പോഴാണ് മൃതദേഹം പറമ്പിനോട് ചേർന്നൊരു ചാല് പോലുള്ള സ്ഥലത്ത് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിച്ചു, പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി. ആരുടെ കൃഷിഭൂമിയായിരുന്നു എന്നതിൽ വ്യക്തതയുണ്ടോ വിഷ്ണു? ഈ രവിയുടെ അയൽവാസിയുടെ കൃഷിയിടമാണ്. എങ്കിൽ കൂടി ഈ പന്നിക്കണി വെച്ചത് ഈ സ്ഥലമുടമയാണെന്നുള്ളൊരു ഉറപ്പിലേക്ക് ഇപ്പോൾ എത്താൻ കഴിയില്ല. കാരണം ഈ പന്നിയെ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കെണി വെച്ചും ഈ ഇലക്ട്രിക് ഷോക്ക് വഴിയും ഈ പന്നിയെ പിടിച്ച് ഇറച്ചിയാക്കുന്ന ഒരു രീതി നാട്ടിൻപുറങ്ങളിലൊക്കെ നടന്നു വരുന്നുണ്ട്. എത്ര നിയമം കർശനമാണെന്ന് പറഞ്ഞാൽ കൂടി. അതുകൊണ്ട് തന്നെ ഈ സ്ഥല ഉടമ തന്നെയാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പന്നിയെ പിടിക്കാൻ മറ്റാരെങ്കിലും ചെയ്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റും. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് കൃത്യമായ വിവരങ്ങൾ നമുക്ക് പറയാനാകൂ. അഭിലാഷ്, അതായത് ഇത്തരം ഇലക്ട്രിക് കെണികൾ അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. മനുഷ്യന് ജീവന് ഹാനി സംഭവിക്കുന്നത്. ഇപ്പോഴിതാ മറ്റൊരാൾ കൂടി ഇങ്ങനെ മരണപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് വിഷ്ണു സൂചിപ്പിക്കുന്ന പോലെ ഇത് കൃഷിക്ക് സംരക്ഷണം ഒരുക്കിയതാണോ അതെയോ വേട്ടയാടൽ എന്ന നിലയിൽ ചെയ്തിട്ടുള്ള കെണിയാണോ എന്നതിൽ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.